ഇനി നമ്മൾ 20-ാം വാർഡിലേക്ക് പോവുകയാണെങ്കിൽ 20-ാം വാർഡ് എന്ന് പറയുന്നത് പത്തുമുറി വാർഡാണ്. ഈ പത്തുമുറി വാർഡിന്റെ ഒരു ചരിത്രം UDF ഒരു ഈറ്റില്ലമായിരുന്നൊരു വാർഡാണ്. നേരത്തെ 1995 TP കേരളീയൻ വിജയിച്ച ഒരു വാർഡാണത്. അന്ന് കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു. അന്ന് 3-ാം വാർഡ് എന്നുള്ള രീതിയിലാണ് ആ വാർഡ് ഉണ്ടായിരുന്നത്. ഇന്ന് TP കേരളീയൻ ബ്ലോക്ക് ഡിവിഷനിലേക്ക് വെളിയങ്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 95 ആ വാർഡിൽ TP കേരളീയൻ മത്സരിച്ച് വിജയിച്ച് പിന്നീട് അത്രയും UDF അല്ലെങ്കിൽ പിന്നീട് 2000 മുതൽ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന KK ബീരാൻകുട്ടി ആണ് അവിടെ 2000 മത്സരിക്കുന്നത്. അന്ന് അവിടെ ആ പത്തുമുറി വാർഡിൽ മത്സരിച്ചിരുന്നത് CPI ആയിരുന്നു. 2000 ആ 2000 CPI മത്സരിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥിനെ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് CPIയുടെ ആളെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് 2000 KK ബീരാൻകുട്ടി അവിടെ നിന്ന് വിജയിച്ചത്. പിന്നീട് അങ്ങോട്ട് പിന്നെ തുടർന്ന്, കാരണം ഈ 95-ന്റെ ചരിത്രം, പിന്നീട് 2000, പിന്നീട് അങ്ങോട്ട് 2015 വരെ ആ ഒരു പത്തുമുറി വാർഡ് എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. ഇങ്ങനെ ഏത് സാഹചര്യത്തിലും ഒരു വലിയ വോട്ടുകൾക്ക് വിജയിക്കാനാവുന്ന വിധം ശക്തമായ ഒരു വാർഡ് അത് തന്നെയായിരുന്നു പത്തുമുറി വാർഡ്. ആ വാർഡ് 2015 ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത്. 4 വോട്ടുകൾക്കാണ് ആ വാർഡ് കൈവിട്ടു പോയത്. അന്ന് ആ വാർഡിൽ നിന്ന് വിജയിച്ചത് റഹ്മത്ത് ഹംസു എന്ന CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ആ LDFന്റെ സ്ഥാനാർത്ഥി 2015 അവിടെ നിന്ന് വിജയിക്കുകയും ആ വാർഡ് CPMന് LDFന് നേടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് തുടർന്ന് അവിടെ MS മുസ്തഫ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2025 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ 2015 ആ പത്തുമുറി വാർഡ് മുസ്ലിം ലീഗിന് മോശം അല്ലെങ്കിൽ കൈവിട്ടു പോയ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു LDFന്റെ സ്ഥാനാർത്ഥിയാണ് 2025 UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത. നമ്മൾ 4-ാം വാർഡിൽ പറഞ്ഞ അല്ലെങ്കിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലുള്ള ആ ഒരു പ്രത്യേകത പോലെ തന്നെ ഒരു പ്രത്യേകത ഈ 20-ാം വാർഡിനകത്തുണ്ട് എന്നുള്ളതാണ്. അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത അല്ലെങ്കിൽ LDFന് പിടിച്ച് കൊടുത്ത ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ ജനപ്രതിനിധിയാണ് ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത പത്തുമുറി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പത്തുമുറിയിലെ തെരഞ്ഞെടുപ്പ് രംഗം എന്തുകൊണ്ടും വെളിയങ്കോടിൻ്റെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് TM റഷീദയാണ്. നേരത്തെ പറഞ്ഞ TM സിദ്ദീഖിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് TM റഷീദ. അങ്ങനെ ഒരാളവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ നിലവിലെ LDFന്റെ ജനപ്രതിനിധിയാണ് ആ വാർഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാർഡ് LDFനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ശ്രമം, ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ അഭിമാന പോരാട്ടം LDF അവിടെ എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് 2015 കൈവിട്ടു പോയ ആ വാർഡ് തിരിച്ചു പിടിക്കാനാവുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിൽ നേരത്തെ മുസ്ലിം ലീഗിൽ ആ വാർഡിൽ നിന്ന് മാറിപ്പോയ കരിമ്പുല്ല് ഉൾപ്പെടുന്ന പ്രദേശവും ഒക്കെ ഇപ്പോൾ നിലവിലെ വാർഡ് വിഭജനത്തിൽ പത്തുമുറി വാർഡിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ മുതലാക്കിക്കൊണ്ട് തന്നെ UDFന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ആ വാർഡ് തിരിച്ചു പിടിക്കാനാവുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFന്റെ അഭിമാന പോരാട്ടമായി തന്നെയാണ് പത്തുമുറി വാർഡിലെ മത്സരരംഗം സജീവമാവുന്നത്. എന്തു തന്നെയായാലും ഇരു മുന്നണികൾ LDFും UDFും
അവരുടെ ഈ ഇരു വിഭാഗങ്ങളുടെയും അഭിമാന പോരാട്ടം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം പത്തുമുറി വാർഡിനകത്ത് നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം റഹ്മത്ത് ഹംസുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മികച്ച ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. അതോടൊപ്പം ടി എം റഷീദയെ സംബന്ധിച്ചിടത്തോളം LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി എം റഷീദയെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും മറ്റ് സാമൂഹികമായും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും മറ്റു സന്നദ്ധ മേഖലയിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വനിത കൂടിയാണ് ടി എം റഷീദ എന്നുള്ളതും LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം തങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ആളെ കൊണ്ട് തന്നെ തിരിച്ച് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്, ആ ഒരു UDFന്റെ തന്ത്രത്തിൽ തന്നെയാണ് റഹ്മത്ത് ഹംസുവിനെ UDFന്റെ കാൻഡിഡേറ്റായി അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നേരിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് പത്തുമുറി വാർഡിലുള്ളത്. വാശിയേറിയ പോരാട്ടം തന്നെയാണ്. എന്തായാലും ആ ഒരു ശക്തമായ മത്സരത്തിൽ നിന്ന് ആരാണ് വിജയിക്കുക എന്നുള്ളത് നമ്മൾ 13-ാം തീയതി വരെ കാത്തിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ വാർഡ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ 21-ാം വാർഡിലേക്ക്, മാട്ടുമ്മൽ വാർഡിലേക്ക് വരികയാണെങ്കിൽ, മാട്ടുമ്മൽ വാർഡ് എന്ന് പറയുന്നത് മാട്ടുമ്മൽ വാർഡ് രൂപീകരിച്ചത് മുതൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ശക്തമായ ഒരു വാർഡ് അത് തന്നെയാണ് മാട്ടുമ്മൽ. ഇക്കാലം അത്രയും UDFന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ മാത്രം വിജയിച്ച് വന്ന ഒരു വാർഡാണ് മാട്ടുമ്മൽ വാർഡ്. ഈ മാട്ടുമ്മൽ വാർഡിൽ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെയായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ, വെളിയങ്കോട് മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നൊരു പേരാണ് KK ബീരാൻകുട്ടി. KK ബീരാൻകുട്ടി മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിൽ ഏറെക്കാലം പ്രവാസിയായിരുന്നു. പ്രവാസിയായതിനു ശേഷം പിന്നീട് 2000-ന് മുമ്പ് 95 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ആള് സ്ഥിരമായി നാട്ടിൽ തിരിച്ചെത്തുക, പ്രവാസം ജീവിതം ഒഴിവാക്കി നാട്ടിലെത്തി പിന്നീട് മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലെത്തുന്നത്. KK ബീരാൻകുട്ടി മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലെത്തിയതിനു ശേഷമാണ് വെളിയങ്കോട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതാപകാലം എന്ന് തന്നെ പറയാം. അതൊരു ചരിത്രമാണ്. കാരണം മുസ്ലിം ലീഗിന് ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ, ജനപ്രതിനിധികളെ ബീരാൻകുട്ടി നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന് ആണ് വെളിയങ്കോട് സൃഷ്ടിക്കാനായിട്ടുള്ളത്. ആ ഒരു രീതിയിൽ മുസ്ലിം ലീഗിനെ വെളിയങ്കോട് തീരദേശ മേഖലയിൽ വളർത്തിയതിലെ പ്രധാനിയാണ് KK ബീരാൻകുട്ടി. ഈ KK ബീരാൻകുട്ടിയാണ് മാട്ടുമ്മൽ വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് KK ബീരാൻകുട്ടി മാട്ടുമ്മൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം, കാരണം UDFന്റെ കൂടി ഒരു നേതാവാണ്, അങ്ങനെയുള്ള ഒരാൾ അവിടെ നിന്ന് വിജയിച്ചു വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവിടെ UDFന്റെ നേതൃത്വത്തിൽ മാട്ടുമ്മൽ നടത്തുന്നുണ്ട്. മാട്ടുമ്മൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് TM ഇബ്രാഹിംകുട്ടിയാണ്. TM ഇബ്രാഹിംകുട്ടി എന്ന് പറയുന്നത് നേരത്തെ KK ബീരാൻകുട്ടി മാട്ടുമ്മൽ നിന്ന് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും KK ബീരാൻകുട്ടിയുടെ എതിരാളിയായിരുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് TM ഇബ്രാഹിംകുട്ടിയാണ്. അപ്പോൾ ഈ TM ഇബ്രാഹിംകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മാട്ടുമ്മൽ പ്രദേശവുമായി അത്രമാത്രം ഇഴകിച്ചേർന്ന, അത്രമാത്രം ആ ഒരു പ്രദേശവുമായിട്ട് ഇഴകി ജീവിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, അതാണ് TM ഇബ്രാഹിംകുട്ടി. അവിടെ സജീവമായിട്ട് CPMന്റെ നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അവിടുത്തെ മാട്ടുമ്മൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. സജീവമായിട്ട് തന്നെ എല്ലാ മേഖലയിലും അവിടുത്തെ മാട്ടുമ്മൽ പ്രദേശവും അനുബന്ധമായിട്ടുള്ള പൊതുരംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ, വെളിയങ്കോടിൻ്റെ
ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുമേഖലയിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരാൾ. അതാണ് TM ഇബ്രാഹിംകുട്ടി. ആ TM ഇബ്രാഹിംകുട്ടി LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വീണ്ടും മത്സരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഈ KK ബീരാൻകുട്ടിയാണ് എന്നുള്ളത് പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇവർ മൂന്നാമത്തെ തവണയാണ് ഒരുമിച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത്. ബീരാൻകുട്ടി UDF സ്ഥാനാർത്ഥിയാവുമ്പോൾ ഇബ്രാഹിംകുട്ടി LDF സ്ഥാനാർത്ഥിയാവുന്ന ഈ ഒരു നേർക്കുനേർ അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ആ ഒരു പോരാട്ടം 3 സമയങ്ങളിലായിട്ട് അവർ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണത്തെ പോരാട്ടത്തിൽ TM ഇബ്രാഹിംകുട്ടിക്ക് വിജയിക്കാനാവുന്ന എല്ലാ സാഹചര്യവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി CPMന്റെ നേതൃത്വത്തിൽ വലിയൊരു വിങ് മാട്ടുമലിൽ നേതൃത്വം നൽകുന്നുണ്ട്. അവിടെ CPMന്റെ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള PM മാറ്റുണ്ണി തങ്ങളുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു കോർഡിനേഷനും മറ്റുമൊക്കെ ആയിട്ട് വളരെ സജ്ജീവം. കാരണം അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം PM മാറ്റുണ്ണി തങ്ങൾ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ആറ്റുണ്ണി തങ്ങളുടെ വീട് കൂടി ഉൾപ്പെടുന്ന ആ ഒരു വാർഡ് CPMന് അല്ലെങ്കിൽ LDFന് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യത്തിൽ തന്നെയാണ് ഇത്തവണ മത്സര രംഗത്ത് സജീവമാണ്. എന്നാൽ അവിടെ KK ബീരാൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ്. കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDFന് വളരെ ശക്തമായ രീതിയിൽ നേതൃത്വം നൽകേണ്ട വെളിയങ്കോടിൻ്റെ ഒരു വലിയൊരു നേതാവ് എന്നുള്ള നിലയിൽ KK ബീരാൻകുട്ടി അവിടെ നിന്ന് വിജയിച്ചു വരിക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങൾ UDFും മെനയുന്നുണ്ട്. എല്ലാ രീതിയിലും ആ വാർഡിനെ നിലനിർത്തുക, UDFന്റെ ഒരു ഉരുക്കുകോട്ടയായിട്ട് മാട്ടുമ്മലിനെ നിലനിർത്തുക എന്നുള്ള ഒരു ശക്തമായ സംഘടന അല്ലെങ്കിൽ പ്രചരണ രീതിയിലേക്ക് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ ആ വാർഡ് തിരിച്ചു പിടിക്കാൻ ആവശ്യം അല്ലെങ്കിൽ ആ വാർഡ് CPMന് അല്ലെങ്കിൽ LDFന് വിജയിക്കാനാവുന്ന രീതിയിലേക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കാരണം അവിടെ ഒരു ഘട്ടത്തിൽ പോലും LDF ജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർഡാവുമ്പോൾ ആ വാർഡിൽ വിജയിക്കുക എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പ്രാധാന്യമായി തന്നെ അവർ കണ്ട് ഉള്ള പ്രചരണമാണ് അവിടെ നടത്തുന്നത്. അതോടൊപ്പം അവിടെ SDPയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ട്. അതോടൊപ്പം മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട്. SDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നൗഷാദ് ബാബുവാണ്. നൗഷാദ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടുംബ ബന്ധങ്ങളും മറ്റ് സൗഹൃദ ബന്ധങ്ങളൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിലുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാനാവുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് SDP സ്ഥാനാർത്ഥി അവിടെ മത്സര രംഗത്ത് സജീവമാവുന്നത്. അതോടൊപ്പം അവിടെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട്. അങ്ങനെ മാട്ടുമ്മലിൻ്റെ രാഷ്ട്രീയം വളരെ വെളിയങ്കോടിൻ്റെ അല്ലെങ്കിൽ വെളിയങ്കോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു നിർണായക പോരാട്ടം നടക്കുന്ന വാർഡായി മാട്ടുമ്മൽ വാർഡ് മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൽ ഉൾപ്പെടുന്നവർ 3 പേര് UDFന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. ഷെരീഫ മുഹമ്മദ് അവർ ബ്ലോക്ക് എരമംഗലം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ആ വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. അതുപോലെ സുഹറ ബാബു നേരത്തെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുഹറ ബാബു 1-ാം വാർഡിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ 3 UDF മത്സരാർത്ഥികൾ ഇപ്പോൾ KK ബീരാൻകുട്ടി ആ വാർഡിൽ മത്സരിക്കുന്നു. അതോടൊപ്പം ആ വാർഡിലുള്ള മറ്റ് 2 സ്ഥാനാർത്ഥികൾ കൂടി അവിടെ നിന്ന് മത്സരിക്കുന്നു. അല്ലെങ്കിൽ ആ വാർഡിൽ നേരത്തെ ജനപ്രതിനിധികളായിട്ടുള്ള 2 പേർ കൂടി ഈ തവണ മത്സരരംഗത്തുണ്ട് എന്നുള്ളതും ആ വാർഡ് നിലനിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളിലേക്കും UDF
മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആ മട്ടുമ്മലിലെ രാഷ്ട്രീയം നമ്മെ മനസ്സിലാക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് വായിക്കാനാവുന്നത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.